എല്ലാവർക്കും നല്ല നമസ്കാരം. ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ വെറും ഒരു ഹൊറർ സിനിമയാണല്ലോ, ഇതൊരു നല്ലൊരു ഐറ്റമാണല്ലോ എന്ന് നമുക്കൊക്കെ തോന്നാറുണ്ടെങ്കിൽ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് 1980കളിൽ ആ പഴയ ഡാർക്ക് പങ്ക് ഹൊറർ വൈബിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്ന ഇന്ന് തിയേറ്ററിൽ ഇറങ്ങിയ ഒരു അടിപൊളി ഓസ്ട്രേലിയൻ സർവൈവർ ഹൊറർ ത്രില്ലറിനെ കുറിച്ചിട്ടാണ്. പെന്നി ലാൻസിസ് ഡെത്ത്. ഈ സിനിമയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് കൈകളിലും കത്തിയുമേന്തി സ്വയരക്ഷയ്ക്ക് വേണ്ടി പോരാടുന്ന ഒരു പെൺകുട്ടി. കഥ നടക്കുന്ന 1986 ഡിസംബർ 24-നാണ്, ഒരു ക്രിസ്മസ് ഈവ്. രാത്രി നമ്മുടെ കഥാനായിക പെന്നി കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ തൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരുമായി വീട്ടിൻ്റെ ബാക്ക് യാർഡിൽ ഒരു ചെറിയ പാർട്ടി ആഘോഷിക്കുകയാണ്. അപ്പോൾ ആ ആഘോഷത്തിലേക്ക് വിളിക്കപ്പെടാത്ത കുറേ അതിഥികൾ കടന്നു വരികയാണ്. പെന്നിയുടെ കാസനായിട്ടുള്ള ക്യാറ്റ്, കൂടെ അവളുടെ കുറേ ഒരു വളിഞ്ഞ കുറേ സുഹൃത്തുക്കൾ, ഗുണ്ടകളാണ് മൊത്തത്തിൽ. തുടക്കത്തിൽ അവർ ഒരു കൗമാരക്കാരുടെ വാക്ക് തർക്കവും അസൂയയും ഒക്കെ ആയിട്ട് തുടങ്ങുന്ന സംഭവം രാത്രി കൂടുതൽ അങ്ങോട്ട് പോകുമ്പോൾ, ഒരു മിഡ് നൈറ്റോട് കൂടി പോകുമ്പോൾ സംഭവം മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോവുകയാണ്. ഒരു 12-12:30 ആകുമ്പോഴേക്കും മൊത്തത്തിൽ കളിയാക്കൽ പിന്നെ ചോരക്കളിയായിട്ട് മാറുകയാണ്. അവിടെ നടക്കുന്ന സ്വന്തം ജീവന് വേണ്ടി പെന്നി നടത്തുന്ന, അവൻ്റെ കൂട്ടുകാരും നടത്തുന്ന മരണപ്പാച്ചലാണ്. എന്തുകൊണ്ടാണ് ഈ സിനിമ വേറിട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സിനിമയുടെ കാതലായിട്ടുള്ള കഥയിലേക്ക് അല്ലെങ്കിൽ കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സിനിമയെ സ്പെഷ്യലാക്കുന്ന ചില കുറേ എലമെൻറ്റുകളുണ്ട്. കൗമാരക്കാരിലെ അപർഷബോധവും അസൂയയും എത്രത്തോളം ഒരു ക്രൂരതയിലേക്ക് നയിക്കുന്നു എന്ന് ക്യാറ്റ് എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ സംവിധായിക മിയ ക്യാറ്റ് റാസാൽ കാണിച്ചു തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിൽ CGI ഒക്കെ ആശ്രയിക്കുമ്പോൾ ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് പഴയകാലമായിട്ടുള്ള ഒരു റിയൽ VFX പ്രാക്ടിക്കൽ എഫക്റ്റും, അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു വയലൻസ് ഒത്തിരി അല്പം കൂടി റിയലിസ്റ്റിക് ആയിട്ടാണ് ഇവിടെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതായത് ഈ ശരീരത്തിൻ്റെ ഈ ഭാഗത്തൊക്കെ, ഇവിടെയൊക്കെ ഇല്ലേ, ഈ ഭാഗത്തൊക്കെ ഇങ്ങനെയൊക്കെ കുത്തിക്കയറുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇത്, അതോടൊപ്പം തന്നെ ഈ ഭാഗത്ത്, നെഞ്ചിൻ്റെ ഈ ഭാഗത്ത്, അതോടൊപ്പം തന്നെ ഈ ഭാഗത്ത്, അങ്ങനെയുള്ള കുറേ ഭാഗത്തൊക്കെ കുത്തിക്കയറ്റുന്നത് നല്ല സ്റ്റൈലായിട്ട് കാണിച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ സംവിധായകൻ എന്ന് പറയാം മേക്കപ്പിൻ്റെയൊക്കെ മച്ചനത്തെ കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഈ പുള്ളിക്കാരി ഇതിന് നല്ല രീതിക്ക് റിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു സാധാരണ നമ്മളൊരു സിനിമ കാണുമ്പോൾ സാധാരണ ആണുങ്ങളാണ് സ്ത്രീകളെ ആക്രമിക്കുന്നത്. പക്ഷേ ഇത് പുരുഷന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സ്ത്രീകൾ നടത്തുന്ന പോരാട്ടമായിട്ടാണ് ഈ സിനിമയെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇക്കാലത്തെ ഭൂരിഭാഗം ഹൊറർ സിനിമകളിലും CGI ആണ് ആശ്രയിക്കുമ്പോൾ ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് പഴയകാല ഒരു റിയൽ VFXും അതോടൊപ്പം തന്നെ പ്രാക്ടിക്കൽ എഫക്റ്റും ഒക്കെയാണ്. ചോരക്കളി എന്ന് പറയുന്നത് വയലൻസിൻ്റെ ഒരു റിയലിസ്റ്റിക് ആയിട്ട് അതിനെ നമ്മളിലേക്ക് എത്തിക്കാനുള്ള, അല്ലെങ്കിൽ ഞാനൊരു കേസ് പറയാം, ഈ സിനിമ ദുർബലരായിട്ടുള്ള മനുഷ്യർ പോയി സിനിമ കാണരുത്. അപ്പം കാരണം അങ്ങനെയുള്ള ഒരു സിനിമയാണ് ഇത്. 1980കളിലെ ആ ഒരു റോ വിൻറ്റേജ് കളർ ടോണും ആ കാലഘട്ടത്തിലെ പങ്ക് റൈസിങ് മ്യൂസിക്കും ഒക്കെ സിനിമയുടെ അന്തരീക്ഷത്തെ നന്നാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അഭിനയത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, പെന്നിയായിട്ട് എത്തിയ ഇമോജോ ടി ഡിവേഴ്സ് വളരെ മികച്ച പ്രകടനം. പാവം പെൺകുട്ടിയായിട്ട് നിന്നിട്ടൊരു ജീവന് വേണ്ടി പോരാടുന്ന അവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്ന ആ ഒരു പുള്ളിക്കാരി കിടിലമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് വില്ലത്തിയായിട്ട് വന്നിട്ടുള്ള സോഫിയ റൈസ്, ആ പെൺകുട്ടി എന്ത് കിടിലൊന്നു. അവളുടെ ആ ഒരു സൈക്കോപാത്ത് ചിരിയും കണ്ണുകളിലെ ആ ദേഷ്യവും കാണുമ്പോൾ ഉണ്ടല്ലേ, ശരിക്കും ആ കഥാപാത്രത്തോടൊരു ഭയമാണോ പുച്ഛമാണോ അതോ എന്താണ്, ഒരു പ്രത്യേക ഒരു സ്നേഹം. ഒരു പക്ഷേ വില്ലത്തികളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണോ അതോ നായികയെക്കാളും എനിക്ക് അവരെ ഇഷ്ടപ്പെടാൻ എന്തൊക്കെയോ കാരണങ്ങൾ ഉണ്ട്. ഈ സിനിമയുടെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത്, സിനിമ ഒരു സ്ലാഷർ സിനിമകൾ സ്ഥിരമായി കാണുന്നവർക്ക് ഇതിൻ്റെ കഥ പെട്ടെന്ന് ഊഹിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ആദ്യ പതിയിൽ ഒരു ബ്ലാക്ക് കോമഡി മൂഡിൽ നിന്നും പെട്ടെന്നൊരു ക്രൂരതയിലേക്ക് മാറുമ്പോൾ അത് ഒട്ടും പെട്ടെന്ന് ദഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് അതിനെ ബിൽഡ് ചെയ്ത് പോകുന്നത്. കഥയുടെ ചില ഭാഗങ്ങൾ നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. സ്ലാഷർ സിനിമകൾ സ്ഥിരമായി കാണുന്നവർക്ക് ഇതൊരു ഒരു പുതിയ കഥയായിട്ട് തോന്നില്ല. പക്ഷേ
ആർക്കൊക്കെയാണ് ഈ സിനിമ ഇഷ്ടപ്പെടുക എന്ന് ചോദിച്ചാൽ 80s റെട്രോ സ്ലംഡർ ഹൊറർ, അതോടൊപ്പം തന്നെ സർവർ റിവഞ്ച്, വയലൻസും സസ്പെൻസും ഒക്കെ നിറഞ്ഞ ഒരു പക്ക ബി ഗ്രേഡ് സിനിമയാണ് പെന്നി ലാൻസിസ് ഡെത്ത്. നിങ്ങളൊരു പെർഫെക്റ്റ് സിനിമയാണ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ ഈ സിനിമയ്ക്ക് കൊടുക്കുന്നത് 5-ൽ ഒരു 3.5 മാർക്ക് കൊടുക്കും. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളിൽ ആരെങ്കിലും ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. മറ്റൊരു അടിപൊളി വിശേഷവുമായി വീണ്ടും കാണാം. താങ്ക് യു. ബൈ.